മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം. മിത്ര ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. 2025-26 അധ്യയന വർഷത്തെ തിരൂർ ഉപജില്ലാ കായികമേള 3-4 തീയതികളിലായി നടത്തിയാണ്. നമ്മുടെ ഉപജില്ലയിലെ 100-ലേറെ വിദ്യാലയങ്ങളിൽ നിന്നായി 2000-ഓളം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന കായികമേളയാണ് നാളെയും മറ്റന്നാളുമായി നടക്കുന്നത്. മേളക്ക് ആവശ്യമായ എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട്. അത് മേളയുടെ സുഗമമായ നടത്തിപ്പിന് ആവശ്യമായ വിവിധ കമ്മിറ്റികൾ, അതിന്റെ പ്രോഗ്രാം നടത്തിപ്പ് കമ്മിറ്റിയും ഭക്ഷണ വിതരണ ചുമതലയുള്ള കമ്മിറ്റിയും വെൽഫെയർ, മറ്റ് നമ്മുടെ പബ്ലിസിറ്റി അടക്കമുള്ള എല്ലാ കമ്മിറ്റികളും അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും 99% പൂർത്തീകരിച്ചിട്ടുണ്ട്. എല്ലാ തരത്തിലും സജ്ജമായാണ് നാളെ നമ്മുടെ മേള ആരംഭിക്കുന്നത്. കുട്ടികൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഈ മേളയുമായി ബന്ധപ്പെടുത്തി നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ സബ് ജില്ലയെ സംബന്ധിച്ച് സംസ്ഥാന തലത്തിൽ തന്നെ മികച്ച പ്രകടനം നടത്തുന്ന സ്കൂളുകളുള്ള സബ് ജില്ല ആയതുകൊണ്ട് തന്നെ ഇതിനാവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കേണ്ടതുണ്ട്, മറ്റു സബ് ജില്ലകളിൽ വിഭിന്നമായി. അതുകൊണ്ട് ആ സംവിധാനങ്ങൾ ഉൾപ്പെടെ ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഈ വർഷത്തെ മേള നമ്മൾ സംഘടിപ്പിക്കുന്നത്. അതിൻ്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഒഫീഷ്യൽസ് എല്ലാം തയ്യാറാണ്. ഭക്ഷണ വിതരണത്തിലുള്ള ക്രമീകരണങ്ങൾ അവർ പൂർത്തിയാക്കിയിട്ടുണ്ട്. പ്രോഗ്രാം കമ്മിറ്റി അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ച് കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പ് തന്നെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിച്ച് എല്ലാം സജ്ജമായിട്ടുണ്ട്. മികച്ച രീതിയിൽ കഴിഞ്ഞ കാലങ്ങളിൽ നടന്നതുപോലെ മികച്ച രീതിയിൽ ഈ വർഷത്തെ കായികമേളയിൽ നടത്തി തീർക്കാൻ കഴിയുമെന്നാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം. അതിന് വേണ്ട രീതിയിലുള്ള സജ്ജീകരണങ്ങൾ എല്ലാ കമ്മിറ്റികളും പൂർത്തിയാക്കിയിട്ടുണ്ട്. എല്ലാവരും ഒറ്റക്കെട്ടായി മികച്ച രീതിയിൽ നമ്മുടെ ഈ കായികമേള പൂർത്തിയാക്കാൻ സാധിക്കുമെന്നാണ് ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുന്നത്. നമ്മുടെ സാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിലെ മികച്ച 2 ടീമുകൾ അലത്തിയൂര്, തിരുനാവായ പോലുള്ള മികച്ച സ്കൂളുകൾ പങ്കെടുക്കുന്ന കായികമേളകൾ ആയതുകൊണ്ട് തന്നെ അവർക്ക് മികച്ച സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ വർഷത്തെ നമ്മൾ തിരൂർ സ്റ്റേഡിയത്തിന്റെ വർക്കുകൾ നടത്തുന്നതുകൊണ്ട് തന്നെ അതിന്റെ ഭാഗമായി നമ്മൾ പാലക്കാട് ജില്ലയിലുള്ള കൂറ്റനാട്, ചാത്തന്നൂര് സിന്തറ്റിക് ട്രാക്കിലേക്കാണ് ഇതൊക്കെ വെച്ചാണ് നമ്മുടെ കായികമേള ഈ വർഷത്തെ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നടക്കുന്ന നമ്മൾ ഈ വർഷം 2 മീറ്റ് ആയിട്ടാണ് നമ്മൾ സബ് ജില്ലാ മീറ്റ് നടത്തുന്നത്. UP LP കായികമേള തിരൂര് വെച്ചും സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ മത്സരങ്ങൾ ചാത്തന്നൂർ വെച്ചുമാണ് 2 ഘട്ടമായിരുന്നു നടത്തുന്നത്. നാളെ നടക്കുന്നത് സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ കാറ്റഗറിയിലുള്ള മത്സരങ്ങളാണ്. നമ്മൾ ഏകദേശം 2000-ഓളം അത്ലറ്റുകൾ ഈ 2 ദിവസങ്ങളായിട്ട് നടക്കുന്ന മീറ്റിൽ പങ്കെടുക്കുന്നുണ്ട്. 97 ഇവന്റ്സിലായിട്ട് ഇത്രയും അത്ലറ്റുകൾ പങ്കെടുക്കുമ്പോൾ അവർക്ക് ആവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പറയാനുള്ളത് മുഴുവൻ സ്കൂളിലെ കുട്ടികളും വന്ന് അവരുടെ മികച്ച കഴിവുകൾ കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ആശംസകൾ നേരാണ്. നിങ്ങളുടെ എല്ലാ പിന്തുണയും ഈ എല്ലാ കമ്മിറ്റിയുടെ ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. ബന്ധപ്പെട്ട് പറയാനുള്ളത്, ഒന്നാമത്തെ ദിവസം 1300 കുട്ടികൾ പങ്കെടുക്കുന്ന മത്സരങ്ങൾ ചാത്തന്നൂർ വെച്ച് നടക്കുന്നുണ്ട്. ഏകദേശം കുറച്ച് കിലോമീറ്റർ ദൂരത്ത് വെച്ച് നടക്കുന്ന പ്രക്രിയയാണ്. പാചകം ചെയ്യുന്നത് ഇവിടെ അന്നേര സ്കൂളിന്റെ സമീപത്ത് വെച്ചിട്ടാണ് പാചകം ചെയ്തിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനം. ഒന്നാമത്തെ ദിവസം ഭക്ഷണത്തോടു കൂടി ചിക്കൻ ഗ്രേവി പോലെയുള്ള കറികൾ എത്തിക്കുകയും അവിടെ ഗ്രീൻ പ്രോട്ടോകോൾ പൂർണ്ണമായി പാലിക്കേണ്ടതുകൊണ്ട് വിദ്യാർത്ഥികളോട് പ്ലേറ്റും ഗ്ലാസും ഒക്കെ എത്തിക്കാൻ നമ്മൾ മുൻകൂട്ടി നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഒഫീഷ്യൽസിനും മറ്റും കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്ലേറ്റ് മാത്രമേ നമ്മൾ സജ്ജീകരിച്ചിട്ടുള്ളൂ. അപ്പം പൂർണ്ണമായും വിദ്യാർത്ഥികളുടെയും പ്രദേശവാസികളുടെയും ഒക്കെ സഹകരണം നമ്മൾ മുൻകൂട്ടി അവിടെ പോയി നമ്മൾ അവിടെ സന്ദർശിക്കുകയും അതിനുള്ള ഒരുക്കങ്ങൾ ചെയ്തിട്ടുണ്ട്. കൂടെ ആ പ്രദേശത്തിന്റെ പ്രത്യേകത, വെള്ളം കിട്ടാത്ത ഒരു ദൗർലഭ്യത്തിന്റെ ഒരു പ്രശ്നം ഇവിടുത്തെ സ്കൂൾ അധികാരികളെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ മത്സരത്തിന് വരുന്ന എല്ലാ കുട്ടികളും ആവശ്യത്തിന് വെള്ളം കയ്യിൽ കരുതണം എന്നും കൂടി ഓർമ്മപ്പെടുത്തി.
തിരൂർ ഉപജില്ലാ ശാസ്ത്രമേളയുടെ ലോഗോ പ്രകാശനം ചെയ്തിരിക്കുകയാണ്. നമ്മുടെ എല്ലാ തവണയും പോലെ തന്നെ അസ്ലം മാഷിൻ്റെ പിക്ചറാണ് പിന്നെ ലോഗോയാണ് ഇത്തവണയും തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിന് സന്തോഷമുണ്ട്. കാരണം തിരൂരിൻ്റെ എല്ലാ പൈതൃകങ്ങളെയും കൂട്ടിയിണക്കിക്കൊണ്ടാണ് ലോഗോ അദ്ദേഹം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. എന്തായാലും വളരെ വലിയ ഒരു വിജയകരമായൊരു പ്രവർത്തനമാക്കി മാറ്റേണ്ടതുണ്ട് നമ്മുടെ ശാസ്ത്രോത്സവത്തിനെ. കാരണം നമ്മുടെ ചെമ്പ്ര സ്കൂളിൽ വെച്ചിട്ടും അതേപോലെ തന്നെ പരന്നേക്കാട് JMLPS പരന്നേക്കാട് വെച്ചിട്ടുമാണ് നമ്മളുടെ ഇത്തവണത്തെ ശാസ്ത്രോത്സവം നടക്കുന്നത്. മുഴുവൻ സ്കൂളുകളിലെയും വിദ്യാർത്ഥികൾ, നല്ല കഴിവുറ്റ വിദ്യാർത്ഥികൾ വന്ന് പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാം ആയതിനാൽ അധ്യാപകരും വിദ്യാർത്ഥികളും അതേപോലെ PTA MTA എല്ലാവരും അടങ്ങുന്ന വലിയൊരു ടീമാണ് ഈ ഒരു പ്രോഗ്രാം നയിക്കുന്നത്.